നമസ്കാരം. വെലോസിറ്റർ സ്പെഷ്യൽ പർപ്പസ് മെഷീൻസിൻ്റെ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു 10 HP മോട്ടറിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പവർ പാക്കാണ്. നമുക്ക് 150 ബാർ മുതൽ 200 ബാർ വരെ പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള പവർ പാക്കാണ്. അതിനോട് അനുബന്ധിച്ച് ഞാനൊരു ഹൈഡ്രോളിക് സിലിണ്ടറും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം പവർഫുള്ളായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇൻ്റർലോക്ക് സിക്സാഗ് പേവിംഗ് ടൈല് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പവർ പാക്ക് ഉപയോഗിക്കുന്നത്. ഈ പവർഫുള്ളായിട്ടുള്ള പവർ പാക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഈ വീഡിയോ വഴി കിടക്കാം. നമ്മുടെ മെഷീൻ ഏകദേശം ഇവിടെ രൂപമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫ്രെയിമൊക്കെ ഏകദേശം പണിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി അത് അസംബിൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ വർക്ക് മിക്കവാറും അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കണ്ടോ, ഒരു സ്ട്രക്ചർ ഞാനിവിടെ പണിഞ്ഞിട്ടേക്കുന്നതാണ്. നമ്മുടെ ട്രാൻസ്ഫോർമർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രെയിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണിത്. ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് പവർ പാക്ക്. ഈ ഹൈഡ്രോളിക് പവർ പാക്കിൽ ഏകദേശം നമുക്കൊരു 250 ലിറ്റർ ഓയിൽ ഫില്ല് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. നമുക്ക് 10 HP മോട്ടർ നമുക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ നമുക്ക് ആവശ്യമായിട്ട് വരും. ഈ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിലാണ് ഇത് ഇനിഷ്യൽ സ്റ്റേജിൽ സ്റ്റാറിൽ പ്രവർത്തിക്കും. അതിനുശേഷം ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് മാനുവലി ഡെൽറ്റയിലേക്ക് മാറ്റിയിടാവുന്ന തരത്തിലാണ് ഞാൻ ഇതിൻ്റെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോളിക്സ് വരുന്നത് നമ്മൾ ഈ സിലിണ്ടറിലാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ ഹൈഡ്രോളിക് സിലിണ്ടർ അത്യാവശ്യം ഹെവി ഡ്യൂട്ടി ഹൈഡ്രോളിക് സിലിണ്ടറാണ്. നമുക്ക് 150 ബാർ പ്രഷറിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഈ ഹൈഡ്രോളിക് സിലിണ്ടർ ഇവിടെ കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ഇതിലൊരു പ്രഷർ കൺട്രോൾ മൊഡ്യൂളുണ്ട്. ഈ പ്രഷർ കൺട്രോൾ മൊഡ്യൂളിലാണ് നമുക്ക് ഹൈഡ്രോളിക്സിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുക. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ വാൽവ്. ഈ ഡയറക്ഷൻ കൺട്രോൾ വാൽവാണ് നമുക്ക് നമ്മുടെ ഹൈഡ്രോളിക് സിലിണ്ടറിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക. ഈ ഹൈഡ്രോളിക് സിലിണ്ടറിൻ്റെ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ്, അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള മൂവ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനാണ് ഈ ഡയറക്ഷൻ കൺട്രോൾ വാൽവ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ മെഷീനോട് ചേർന്നിട്ടായിരിക്കും ഞാൻ ഈ ഡയറക്ഷൻ കൺട്രോൾ വാൽവ് സെറ്റ് ചെയ്യുക. കാരണം ഓപ്പറേറ്ററിന് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് മെഷീൻ്റെ അടുത്ത് വരുമ്പോഴായിരിക്കും. മാനുവലായിട്ടുള്ള ഒരു മെഷീനാണ് ഇങ്ങനെയുള്ള വാൽവുകൾ ഉപയോഗിക്കുക. ഓട്ടോമാറ്റിക് മെഷീൻസിന് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വാൽവ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രയൽ റണ്ണിന് വേണ്ടി സ്പീഡ് മാക്സിമം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി മെഷീനിൽ കയറിയതിന് ശേഷമായിരിക്കും, മെഷീനിൽ നമ്മൾ ആ സിലിണ്ടറിനെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ അതിൻ്റെ മാക്സിമം സ്പീഡും പ്രഷറും നമ്മൾ മാക്സിമത്തിൽ അത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾക്ക് ആ മെഷീൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അന്നേരം നമുക്ക് കൂടുതലായിട്ട് മെഷീനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു, നമസ്കാരം.